വീട്ടിൽ നിന്ന് സംശയാസ്പദ സാഹചര്യത്തിൽ പണം കണ്ടെത്തിയ വിവാദത്തിന് പിന്നാലെ അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് യശ്വന്ത് വർമ്മ രാജിവെച്ചു. പാർലമെന്റിലെ പുറത്താക്കൽ നടപടികൾ നേരിടുന്നതിനിടെയാണ് രാജി. എന്നാൽ ക്രിമിനൽ നടപടികൾക്ക് ഇനി തടസ്സമില്ലെന്നതാണ് കേസിലെ പുതിയ നിർണായക വശം. വീട്ടിൽ നിന്ന് സംശയാസ്പദമായി പണം കണ്ടെത്തിയ കേസിൽ വിവാദങ്ങൾക്ക് നടുവിൽ അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് യശ്വന്ത് വർമ്മ രാജിവെച്ചു. വ്യാഴാഴ്ച രാഷ്ട്രപതിക്ക് അയച്ച കത്തിൽ അഗാധ വേദനയോടെയാണ് രാജി എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. രാജി സമർപ്പിച്ചതോടെ പാർലമെന്റിൽ അദ്ദേഹത്തെ പുറത്താക്കാനുള്ള നടപടികൾ സ്വയം നിലച്ചിരിക്കുകയാണ്. എന്നാൽ ഇതോടെ കേസിന് അവസാനം വന്നിട്ടില്ല. മറിച്ച് ജസ്റ്റിസ് വർമ്മയ്ക്കെതിരെ ക്രിമിനൽ നടപടികൾക്ക് ഇനി നിയമപരമായ തടസ്സങ്ങളൊന്നും ഇല്ലെന്നതാണ് നിർണായകമായ മാറ്റം. ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന നിലയിൽ ലഭിച്ചിരുന്ന നിയമപരമായ പരിരക്ഷ നഷ്ടമായതോടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് പോലും ഇനി തടസ്സമില്ല. സംഭവത്തിന്റെ തുടക്കം 2025 മാർച്ച് 14-നാണ്. അന്ന് ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ തീപിടുത്തമുണ്ടായി. തീ അണയ്ക്കാനെത്തിയ അഗ്നിരക്ഷാ സേന സ്റ്റോറൂമിൽ നിന്ന് ചാക്കുകളിൽ കെട്ടിയ നിലയിൽ കത്തിക്കരിഞ്ഞ നോട്ടുകൾ കണ്ടെത്തുകയായിരുന്നു. ഈ കണ്ടെത്തൽ രാജ്യത്തെ നീതിന്യായ രംഗത്തെ തന്നെ ഞെട്ടിച്ചു. തുടർന്ന് ജസ്റ്റിസ് വർമ്മയെ ഡൽഹിയിൽ നിന്ന് അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റിയെങ്കിലും ജുഡീഷ്യൽ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തുകയായിരുന്നു. അതേസമയം സ്റ്റോറൂമിലേക്ക് പലർക്കും പ്രവേശനം ഉണ്ടായിരുന്നുവെന്നും കണ്ടെത്തിയ പണം തന്റേതല്ലെന്നും ജസ്റ്റിസ് വർമ്മ വാദിച്ചു. എന്നാൽ സുപ്രീം കോടതി നിയോഗിച്ച ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് അദ്ദേഹത്തിന് എതിരായിരുന്നു. ചിത്രങ്ങളും വീഡിയോകളും ഉൾപ്പെടുത്തി റിപ്പോർട്ട് സുപ്രീം കോടതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. രാജിവെക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ജസ്റ്റിസിനെ പുറത്താക്കാൻ ആവശ്യപ്പെട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രാഷ്ട്രപതിക്ക് കത്തയച്ചു. തുടർന്ന് ലോക്സഭാ സ്പീക്കർ പുറത്താക്കൽ നടപടികൾക്കായി അന്വേഷണ സമിതി രൂപീകരിക്കുകയും ചെയ്തു. ഇതിനിടെ ഈ നടപടികൾ ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് വർമ്മ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ജനുവരി 16-ന് ഹർജി തള്ളുകയായിരുന്നു. ഇതോടെ സമ്മർദ്ദം ശക്തമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ രാജി വന്നിരിക്കുന്നത്.